ഞാൻ ഹൗസിൽ ചെന്നപ്പോൾ ഒനീലിന് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം ഒനീലിൻ്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കി. അപ്പം നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് കരുതിയിട്ടൊരു മോശം മത്സരാർത്ഥിയാണെന്നുണ്ടെങ്കിലൊന്നും ഞാനൊരിക്കലും വോട്ട് ചെയ്യണമെന്ന് പോലും പറയത്തില്ല. അതാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ വേദനിക്കപ്പെടുമെന്നാണ് ഞാൻ എഴുതിയത്. എനിക്ക് അയാളൊരു ശുദ്ധിയുള്ള ഒരു നല്ല മനുഷ്യനായിട്ട് തോന്നി. അയാളുടെ ഒരു വാക്ക്, ഞാൻ ഇത്രയും 42 വർഷമായിട്ട് എൻ്റെ ലൈഫിൽ എൻ്റെ ഒപ്പമുള്ള എല്ലാ പെൺകുട്ടികളെയും സംരക്ഷിച്ചിട്ടുള്ള അല്ലാതെ ഞാൻ ഒരാളടുത്ത് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഹൃദയത്തിൽ നിന്ന് തന്നെ പറഞ്ഞാണെന്ന് തോന്നി. പിന്നെ മസ്താനി എന്ന് പറയുന്ന ഒരാളുടെ ഫേക്ക് ആക്ടിവിറ്റീസ്, ഞാൻ 1 മണിക്കൂർ ഹൗസിൽ നിന്നിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പൊളിച്ചടുക്കിയിട്ട് ഇറങ്ങി വരത്തുള്ളൂ എന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷേ ടാസ്ക് നടക്കണമെന്നുള്ളത് കൊണ്ടും ഞാൻ വന്നതിന് ഉദ്ദേശം പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി സംഭവം ആയതുകൊണ്ടുമാണ്. അതാണ് ഞാൻ ഇടയ്ക്കൊരു ചെറിയ പോയിന്റിൽ ഇത് പറഞ്ഞത്, ഗാർഡിയൻ സ്ഥാനം. എനിക്കൊന്ന് ഞാൻ അനുഭവം വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, പഴുത്തലയാവാതെ നോക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എവിക്റ്റായിപ്പോയി. അപ്പോൾ പഴുതലയാവുന്ന പച്ചില അപ്പാനി ശരത്തിൻ്റെ വീഴ്ചയിൽ ഭയങ്കരമായി പൊട്ടിച്ചിരിച്ച ഒരാളാണ്. അന്നേരം ഇപ്പുറത്ത് ഞാനിങ്ങനെ പറഞ്ഞു, പക്ഷേ കേട്ടോന്നറിയത്തില്ല അവർ, ഞാൻ പഴുത്തലയാവാതെ നോക്കിക്കോ